എല്ലാവരും മറന്നു കിടന്ന ഒരു കാര്യം ഇവിടെ വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കി ഓർമ്മിപ്പിച്ചതിൽ ഒരു സുഖം കിട്ടി അല്ലേ? വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ആരും പേടിയൊന്നുമില്ല. കടൂർ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു സീൻ ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. എഴുത്തിൽ ഇത്തരം പൊളിറ്റിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കുമോ സിനിമയിൽ? അല്ല, ഒരു സിനിമയുടെ തിരക്കഥ ഒരുപാട് ആളുകൾ വായിച്ച ശേഷം, ഒരുപാട് ഫിൽറ്ററിങ്ങിന് ശേഷമാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള മൊമെൻറ്റിൽ പോലും അത്തരം ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. ആ സിനിമ ഇറങ്ങിയ ശേഷം ഞാനും എൻ്റെ ഡയറക്ടറും കൂടെ ഇവിടുത്തെ ഏകദേശം മെയിൻ സ്ട്രീം മീഡിയാസ് അടക്കം ഒരു 6-7 മീഡിയാസ് ഇൻ്റർവ്യൂസ് കൊടുത്തിരുന്നു. ഇവിടുത്തെ പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സിനിമ കണ്ട ശേഷം സിനിമയുടെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെയും കുറിച്ചും സംസാരിക്കുകയുണ്ടായി. ആർക്കും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു തോന്നലോ അത്തരമൊരു ആംഗിളിൽ ആ ഡയലോഗിനെയോ സീനിനെയോ കണ്ടിട്ടുമില്ലായിരുന്നു. പെട്ടെന്നാണ് ഇത് കുറച്ച് ആളുകൾക്ക് അത് അഫക്റ്റ് ചെയ്യുന്ന അത്തരമൊരു സാഹചര്യത്തിൽ പെട്ടിട്ടുള്ള ആളുകൾക്കല്ല അത് മനസ്സിലാവുള്ളൂ. അവർക്ക് അത് അവരുദ്ദേശിക്കുന്ന രീതിയിലാണ് ആ ഡയലോഗിൻ്റെ മീനിങ് അവരത് വ്യാഖ്യാനിച്ചത്. നമ്മൾ ആരും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ ആരും ഉദ്ദേശിക്കേണ്ട ആവശ്യവുമില്ല. ഞാൻ പ്രത്യേകിച്ച് അങ്ങനത്തൊരു സാഡിസ്റ്റായിട്ടുള്ള ഒരാളുമല്ല. സിനിമയുടെ സംവിധായകൻ ഷാജി കൈലാസോ ആ സിനിമയിലെ നായകൻ പൃഥ്വിരാജോ ഒട്ടുമല്ല. അപ്പം പക്ഷേ നമുക്കതിനെക്കുറിച്ച് നമ്മൾ അതല്ല ഉദ്ദേശിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വിഭാഗത്തിന് അത്തരമൊരു ചിന്ത, അത്തരമൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരെ മുറിവേൽപ്പിക്കാതെ 1 മിനിറ്റ് മുമ്പ് 1 മിനിറ്റ് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതിനകത്ത് മാന്യവും യുക്തവുമായ നടപടി. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞാൻ അങ്ങനത്തെ യാതൊരു ഡയലോഗുകളും സെൻസർ ചെയ്തിരുന്ന ഒരാളല്ല. ഈ ഇരിക്കുന്ന ഡാർവിനോ, എൻ്റെ അപ്പുറത്തിരിക്കുന്ന ടോബി ബ്രോയോ ഒക്കെ 7-8 തവണ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാവും. നാളെ ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന സിനിമയിലെ നായകൻ പൃഥ്വിരാജാണ്. അദ്ദേഹം അടുത്ത ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അവർക്ക് എന്നെ ഓർമ്മിപ്പിക്കുകയും എന്നോട് പറയുകയും ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് എനിക്കത് ജെനുവനാണെന്ന് തോന്നിയാൽ ഞാൻ തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെ മാറ്റും. പിന്നെ ഞാൻ എഴുതുന്ന സമയത്തും ബോധപൂർവമായിട്ട് അത്തരം ആരെയും ഒരു കമ്മ്യൂണിറ്റിയോ ഒരു പ്രത്യേക വിഭാഗത്തെയോ ഒക്കെ വേദനിപ്പിച്ചുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതാൻ ശ്രമിക്കുന്ന ഒരാളെ അല്ല. അപ്പോൾ അതന്ന് അങ്ങനെ കുറച്ച് ആളുകൾക്ക് അത് വിഷമം ഉണ്ടാക്കി ആ മൊമെൻറ്റിൽ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. എൻ്റെ അടുത്ത എല്ലാ സിനിമകളിലും അത്തരം ഡയലോഗുകൾ ഉണ്ടാകുമെന്ന് ഞാനത് ചിന്തിച്ചിരുന്ന് സ്ക്രിപ്റ്റ് എഴുതുമെന്നോ ഒന്നും ആരും വിചാരിക്കണ്ട. അത്തരം പേടികളുണ്ടോ? ഇനി എഴുത്തിൽ അത്തരം പേടികളുണ്ടായിരുന്നു? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 2 വർഷം മുമ്പ് ഇറങ്ങിയൊരു സിനിമ, ആ സിനിമയിൽ ഇങ്ങനെ മനഃപൂർവ്വം അല്ലാതൊരു തെറ്റുണ്ടായി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അത് നിരുപാധികം മാപ്പി വയ്ക്കുകയും ആ സീൻ നീക്കം ചെയ്യുകയും ചെയ്തിട്ട് എല്ലാവരും മറന്നു കിടന്ന ഒരു കാര്യം ഇവിടെ വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കി ഓർമ്മിപ്പിച്ചതിൽ ഒരു സുഖം കിട്ടി അല്ലേ? ഒരു കണ്ടന്റ് കിട്ടിയില്ലേ? തെറ്റേറ്റു പറഞ്ഞ് എഴുതുകാരൻ, ഇനി ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന് എഴുതുകാരൻ. അല്ല, അങ്ങനെയാണ് കണ്ടന്റിൽ വാർത്ത വരാം, മറ്റേ ഹെഡ്ലൈൻ അങ്ങനെ വരാം. ഒരു സുഖം കിട്ടിയില്ലേ? കണ്ടപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു, എന്തായാലും ഞാൻ പുറത്ത് വെച്ച് കണ്ടില്ല, ഓർമ്മയുണ്ടെന്ന്. കൊള്ളാം, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ടോവിനോയ്ക്ക് ഇത്തരം പേടിയുണ്ടോ? ഇങ്ങനെ ഇത്തരം സ്ക്രിപ്റ്റുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ? എനിക്ക് അങ്ങനെ ആരും പേടിയൊന്നുമില്ല. അപ്പൊ ഇത്തരം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഒക്കെ വന്നാൽ അഭിനയിക്കുന്ന ഒരു ആരെങ്കിലും ആ മുഖത്തേക്ക് കൂടെ വെക്കാമോ? കാരണം എല്ലാവരും ഒരു സൈഡ് മാത്രം കാണുള്ളൂ. വെച്ചില്ലേ? ആ ചോദിക്കും. അല്ല, അത്തരം അഭിനേതാവാണോ അങ്ങനെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു പടത്തിൽ വില്ലൻ വേഷം ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അയാൾ വൃത്തികെട്ടവനാണെന്ന് വിചാരിക്കുക, അയാൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോഴും ഞാൻ പറയണോ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളോ ഡയലോഗുകളോ ഉണ്ടാകുന്നതിനേക്കാൾ അങ്ങനെയുള്ള സീനുകളെ ഡയലോഗുകളെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് തെറ്റ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഈ ചോദ്യമേ ചോദിക്കേണ്ട കാര്യമില്ല. കുഴപ്പമില്ല. അല്ല, നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയോ, എക്സ്ക്ലൂസീവായോ, ചിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുള്ളി ഒന്ന് ട്രാക്ക് മാറ്റാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അല്ല, ട്രാക്ക് മാറ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മധ്യവരെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ നിർത്തിയോ? ഞാൻ എന്ത് നിർത്തി? നിങ്ങളെ കാണാൻ കിടക്കണല്ലേ ഉള്ളൂ, നിർത്തിയിട്ടില്ല. അങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ? മോശമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പറയും, മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇന്റിമേറ്റ് സീൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റണം.
ആ അപ്പൊ ഞാനൊരു കഥ വരുമ്പോ ഇതും കൂടെ ഉണ്ടെങ്കിൽ ചെയ്യാന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സിനിമയില് സാഹചര്യം വന്നാലല്ലേ ചെയ്യേണ്ട കാര്യമുള്ളൂ. നാളെ തന്നെ വേണോ? എഴുപത്തി ഞാൻ പറഞ്ഞ ഒരു കഥ കേട്ട് നമുക്കത് ഇഷ്ടപ്പെട്ട് ഒരു സിനിമയായിട്ട് ഒരു പ്രൊജക്ട് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആലോചനകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. ആ ടേം ശ്രദ്ധിച്ചോ, സോ കോൾഡ് പ്രകൃതിപ്പടം. ഈ സോ കോൾഡ് പ്രകൃതിപ്പടം എന്ന് പറയുന്ന ടേം നിങ്ങളൊക്കെ കൂടെ ഉണ്ടാക്കിയിട്ട് എത്ര കാലമായി? അതിനു മുമ്പ് ഇന്ത്യയില്, ഓൾ ഇന്ത്യയിലും OTT നിങ്ങൾ ഈ പറയുന്ന പ്രകൃതിപ്പടങ്ങൾ വഴി തന്നെയല്ലേ മലയാള സിനിമ സംസാരിക്കപ്പെട്ടിട്ടുള്ളത്? മോശമല്ലേ? അത് ഓരോ സമയത്തും സിനിമയുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതിന് പ്രകൃതിപ്പടമോ വികൃതിപ്പടമോ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഒരേപോലത്തെ അല്ലെങ്കിൽ സിമിലർ പാറ്റേണിലുള്ള കുറെ സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്കൊക്കെ ബോറടിക്കും. ഇനി കുറച്ചു കാലം വേറെ തരം സിനിമ കാണാം എന്ന് നമുക്ക് തോന്നും. ഇതും ബോറടിക്കും. എഴുതി വെച്ചോ, പ്രകൃതി പടങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയും ചെയ്യും, അന്ന് നിങ്ങൾ ഓർക്കുകയും ചെയ്യും. താങ്ക് യു. നിങ്ങൾ ഈ പറഞ്ഞ റിയലിസ്റ്റിക് സിനിമകളില്ലേ പ്രകൃതി പടങ്ങൾ എന്ന് പറഞ്ഞത്? റിയലിസ്റ്റിക് സിനിമകളിലും നല്ലതും മോശമുണ്ട്, അല്ലെങ്കിൽ മാസ് മസാല സിനിമകളിലും നല്ലതും മോശമുണ്ട്. അങ്ങനത്തെ സിനിമകൾ മാത്രമാണോ പ്രകൃതി പടങ്ങൾ എന്ന് വിളിച്ചിട്ടുള്ളത്? ഒരു പടം ഒരു ഇച്ചിരി സ്ലോ ആയാലും കളക്ടോണൊന്നും ഇച്ചിരി താഴെ പോയാലും ഒരു ഇച്ചിരി സമയം എടുത്ത് കഥ പറഞ്ഞാലും ഉടനെ അതിന് പ്രകൃതി പടം എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ആ പറയുന്ന സോക്കോൾഡ് പ്രകൃതി പടങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സോക്കോൾഡ് പ്രകൃതി പടം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ. മോശമല്ലേ? ഒരിക്കലും അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പിന്നീട് അതിനെ തള്ളി പറയുന്നത് മോശമല്ലേ? ശരിയാണ്, അങ്ങനെയുള്ള സിനിമകൾക്ക് ഇവിടെ ഡിമാൻഡ് ഇല്ല. ഡിമാൻഡ് ഉള്ളൊരു സമയം ഉണ്ടായിരുന്നല്ലോ, ഇനിയും വരും. അങ്ങനെയല്ലേ എല്ലാവരും 10-20 കൊല്ലം കൂടുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ നാട്ടുമ്പുറം കഥകളൊക്കെ കുറെ ഉണ്ടായിട്ട് പിന്നെ കുറെ നാൾ ബോംബെ പോയിട്ട് ഇടികൂടി അത് കഴിഞ്ഞ് കുറെ അങ്ങനെ പലതരം സിനിമകൾ ഇങ്ങനെ പാറ്റേൺ പോലെ വന്നു പോയില്ലേ? അതിന് ഏതെങ്കിലും ഒരു തരം സിനിമേനെ മാത്രം അങ്ങനെ തള്ളി പറയേണ്ട കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. നിങ്ങൾ എല്ലാ തരം സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയുകയാണെങ്കിൽ നല്ല സിനിമയും മോശം സിനിമയും നിങ്ങൾക്ക് വേർതിരിച്ച് പറയാം. അല്ലാത്ത എല്ലാം സിനിമയാണ്. അത് പ്രകൃതിയാണോ വികൃതിയാണോ മാസാണോ ആക്ഷനാണോ ഹൊററാണോ ഒന്നും നോക്കണ്ട. നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കിയാൽ മതി. എല്ലാത്തിനും അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്ത് എന്തുകൊണ്ടും ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാനല്ലല്ലോ.